സിപിഎം പിന്നാലെ കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് ജി സുധാകരൻ എംഎൽഎ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി ആലപ്പുഴയിലെ കോൺഗ്രസ് സിപിഎം അവിശുദ്ധ ബന്ധം ആരോപിച്ചായിരുന്നു വിമർശനം. തനിക്കെതിരെ പ്രതിഷേധിച്ച സിപിഎം നേതാക്കളുടെ കരണത്തടിക്കേണ്ടി വന്നേനെയെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. അതേസമയം പ്രതിഷേധം ഭയന്ന സിപിഎം സ്വാധീന മേഖലകളിലെ 3 പരിപാടികൾ സുധാകരൻ ഒഴിവാക്കി. ഇന്നലെ ആലപ്പുഴ നഗരസഭയിൽ എംഎൽഎമാർക്ക് നൽകിയ സ്വീകരണ പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ വിട്ടുനിന്നിരുന്നു. എന്തുകൊണ്ട് വിട്ടുനിന്നു എന്ന് പൊതുവേദിയിൽ ജി സുധാകരൻ വിശദീകരിച്ചത് ഇങ്ങനെ: അവിടെ ഒരു കലാപം ഉണ്ടാകുമായിരുന്നു, ഗവൺമെന്റിന് ദോഷമാകുമായിരുന്നു. ഞാൻ ബോധപൂർവ്വം അതാ ഞാൻ പറഞ്ഞത്. ആലപ്പുഴയിൽ കോൺഗ്രസിലെ ഒരു ചെറിയ വിഭാഗവും സിപിഎമ്മിലെ ക്രിമിനൽസും തമ്മിലൊരു ബന്ധമുണ്ട്. അത് അവസാനിപ്പിച്ചാൽ അടുത്ത തവണ 6 സീറ്റല്ല 9 സീറ്റ് ജയിക്കും. ആലപ്പുഴ നഗരസഭയിൽ രമേശ് ചെന്നിത്തലയുടെ പാർട്ടിക്കാർ സിപിഐഎം ക്രിമിനലുകളുമായി കൂട്ടുകച്ചവടത്തിലാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തലയെ വേദിയിലിരുത്തി ജി സുധാകരൻ. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി ആലപ്പുഴയിൽ സിപിഎമ്മിനുള്ള ചെല്ലുമായി ചേർന്ന കൂട്ടുകച്ചവടം അവസാനിപ്പിക്കും. തൊടൂർ സഹിതം കണ്ടത് ഇത് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയമാണ്, അവസരവാദമാണ്, അഴിമതിയിലേക്ക് വഴിവെക്കുക. എന്നാൽ കടുത്ത വിമർശനങ്ങളെ മൃദുവായി നേരിട്ട് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിൽ നിന്ന് സിപിഎം പിന്തിരിയണമെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്ന കൂട്ടുകച്ചവടം നടത്തുന്നതാണ് നഗരസഭയിലെ യുഡിഎഫുമായിട്ട്. യുഡിഎഫിൽ ആരാണ് കൂട്ടുകച്ചവടം നടത്തുന്നത്? സിപിഎമ്മുമായിട്ട്. എനിക്കറിയാം, പ്രാദേശികമാണ്. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സണും യുഡിഎഫ് കൌൺസിലർമാരും പങ്കെടുത്ത ഖാദി ബോർഡിന്റെ പരിപാടിയിൽ ഉന്നയിച്ച പരസ്യ വിമർശനത്തിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസിൽ. അതേസമയം പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് 2 ദിവസത്തിനിടയിൽ 3 പരിപാടികൾ ജി സുധാകരൻ ഒഴിവാക്കി. റിപ്പോർട്ടർ, ആലപ്പുഴ.